പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രധാന പാതകളിൽ ഒന്നായ പുതുക്കാട് മുപ്ലിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. റോഡ് നവീകരിക്കുമെന്ന വാഗ്ദാനം കടലാസിൽ ഒതുങ്ങിയെന്ന് ആരോപണം. പുതുക്കാട് മുപ്ലിയം റോഡിലൂടെയുള്ള യാത്ര നടുവൊടിക്കുന്ന യാത്രയാണ്. മഴയിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. 20 വർഷത്തിലേറെയായി ഈ റോഡിൽ ടാറിംഗ് നടത്തിയിട്ട്. വല്ലപ്പോഴും നടക്കുന്ന അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്രയും കാലം റോഡിനെ സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയത്. മറ്റു റോഡുകളെല്ലാം ഏറെ പരിഷ്കരിക്കപ്പെട്ടപ്പോഴും ഈ റോഡിൻ്റെ അവസ്ഥ പഴയതുപോലെ തന്നെയാണ്. 2 വർഷം മുൻപ് ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത്. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കൂടാതെ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പ്രധാന പാതയാണിത്. മറവാഞ്ചേരി വളവിലും രണ്ടാം കല്ല് മേഖലയിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയും വെള്ളക്കെട്ടുമായി വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ഇടതുവശം ചേർന്ന് പോകേണ്ട വാഹനങ്ങൾ ഗർത്തം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ചെളി നിറഞ്ഞ് കാൽനട യാത്രയും ദുഷ്കരമാണ്. കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ ആഴമറിയാതെ നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും വാർഡ് മെമ്പർ ജോയ് മഞ്ഞളി പറയുന്നു. ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു റോഡാണ് പുതുക്കാട് മുപ്ലിയം റോഡ്. പല പ്രാവശ്യം നമ്മളിപ്പോൾ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ പണികളൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. 2 വീലറുകാരാണെങ്കിലും കാറുകാരാണെങ്കിലും വാഹനങ്ങൾക്ക് പണി വരിക, അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാവുക, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റുക, ഇതൊക്കെ സ്ഥിരം പല്ലവിയാണ്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഇത്രയും നാളായിട്ട് ഇപ്പോൾ എഗ്രിമെൻ്റ് വെച്ചു എന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നത് എഗ്രിമെൻ്റ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സർക്കാർ മാറി വന്നപ്പോൾ ഇതിൻ്റെ പുതിയ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് MLA ഭാഗത്തു നിന്നൊരു തീരുമാനം ഇതുവരെ ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പോസ്റ്റിൻ്റെ പണികൾ കുറേശ്ശെ നടക്കുന്നുണ്ട്. മറ്റൊരു ഇനിയൊരു 7 മീറ്റർ റോഡും 2 മീറ്റർ 1.5 മീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും കാന, ഈ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 40 പാലങ്ങൾ പൊളിച്ചു പണി, വീതി കൂട്ടി പണിയാണ്. ഈ പോസ്റ്റുകൾ മുഴുവൻ മാറി സ്ഥാപിക്കണം. ഈ കാനയും ഈ പണികളൊക്കെ സമയം എടുക്കും എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ആശങ്ക. എന്നാൽ ഈ റിപ്പയറിങ് പണികൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നുണ്ടോ? അതുമില്ല. എല്ലാവിടെയും കുണ്ടും കുഴിയും വലിയ കുഴികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെടുകയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. കിഫ്ബി ഫണ്ട് വകയിരുത്തി റോഡ് നവീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും നടപടികൾ വൈകുന്നതിൽ യാത്രക്കാർക്ക് അമർഷമുണ്ട്. റോഡിന് ഇരുവശത്തുമുള്ള ഏതാനും വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റോഡിൻ്റെ നവീകരണോദ്ഘാടനം നടത്തിയെങ്കിലും റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന MLAയുടെ വാഗ്ദാനം പാഴ്വാക്കായി മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇത് ഫുൾ ടാറിങ് നടത്തിയിട്ടൊരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ സ്വപ്നം നമുക്ക് തന്നിട്ട് അതിൽ കൂടുതൽ വർഷമായിട്ടുണ്ട്. അന്ന് മെക്കാടൻ ടാറിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഹൈവേകളിലൊക്കെയാണ്, വലിയ വലിയ റോഡുകളിലാണ് അതിനെ പറ്റി പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മുടെ വഴി മെക്കാടൻ ടാറിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിലനിൽക്കുകയാണ്. കാരണം ഇവിടെ മാത്രം ഒന്നും ആയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ 10 വർഷം ഇടതുപക്ഷം ഭരിച്ച സമയത്ത് ഇവിടുത്തെ MLAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഭരണം മാറി, ഇപ്പോൾ അതിനെ ഏൽപ്പിച്ച ഇവരുടെ പേരിൽ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി അന്വേഷണം കഴിഞ്ഞ് ഏത് കാലത്ത് വരികയെന്നറിയില്ല. ഇനിയിപ്പോൾ വീണ്ടും ഇതിൻ്റെ എസ്റ്റിമേറ്റ് പുതുക്കേണ്ടി വരും. വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. നിരാശയിലാണ് ജനങ്ങൾ. ഈ വഴിയിലുള്ള എല്ലാവരും നിരാശയിലാണ്. ഇത് ഉപയോഗിക്കുന്നവരും, ഈ വഴിയിലുള്ളവരും ഈ റോഡ് ഉപയോഗിക്കുന്നവരും വളരെ നിരാശയിലാണ്. പല ഭാഗങ്ങളിലും റോഡിൻ്റെ ഇരുവശത്തും കാട് കയറി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മഴ വിട്ടുമാറാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ദിവസങ്ങളായി ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പുതുക്കാട് മുപ്ലിയം റോഡിൻ്റെ ശോചനീയാവസ്ഥയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങളും തുടർക്കഥയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ നിന്നും വെട്ടിക്കാൻ ശ്രമിച്ച ഇരുചക്രവാഹനം ഈ വീടിൻ്റെ മതിലിലിടിച്ച് അപകടമുണ്ടായത്. ഇതുപോലെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പാതയായി മാറിയിരിക്കുകയാണ് പുതുക്കാട് മുപ്ലിയം റോഡ്.
കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന വാക്ക് ഈ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും ഈ റോഡിലൂടെയുള്ള യാത്രാ ദുരിതം തുടരുക തന്നെയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.